നമസ്കാരം. ഇന്ന് നടന്ന കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പാണ്. അവിടെ ആ തെരഞ്ഞെടുപ്പിന് ഏറ്റവും അധികം ശ്രദ്ധേയമാക്കിയത് അവിടുത്തെ കടുത്ത മത്സരം തന്നെയായിരുന്നു. BJPയുടെ വിജയ സാധ്യത BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേവലം 3800 വോട്ടുകൾക്ക് മാത്രമാണ് പിന്നിലായത്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകളുടെ വിഹിതം പരിഹരിച്ചുകൊണ്ട്, ആ വോട്ടുകളുടെ കുറവ് പരിഹരിച്ചുകൊണ്ട് ഇത്തവണ BJP വിജയം നേടും എന്നൊരു പ്രഖ്യാപനവും അവകാശവാദവും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മറിച്ചായിരുന്നു. 39,500 വോട്ടുകൾ മാത്രമാണ് ആകെ മണ്ഡലത്തിൽ BJPക്ക് ലഭിച്ചത്. ശ്രീധരൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ 50,000-ലധികം വോട്ടുകൾ BJPക്ക് ലഭിച്ചിരുന്നു. മാത്രമല്ല, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 43,000-ലധികം വോട്ടുകൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ BJPക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് അവിടെ കോൺഗ്രസ് അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥിയെ അട്ടിമറിക്കും എന്ന അവകാശവാദമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അന്തിമ ഫലങ്ങൾ അങ്ങനെയല്ല. 58,389 വോട്ടുകൾ UDF കരസ്ഥമാക്കി. അവർ വിജയിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചിരിക്കുന്നു. രണ്ടാം സ്ഥാനത്ത് 39,549 വോട്ടുകളാണ് ഇപ്പോൾ BJP നേടിയത്. മൂന്നാം സ്ഥാനത്ത് തുടരുകയാണ് LDF. 37,293 വോട്ടുകളാണ്. പാലക്കാട് മണ്ഡലത്തിൽ തീർച്ചയായും തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ജനഹിതം പ്രവചിക്കുക എന്നുള്ളത് ഒരു പരിധിവരെ സാധിക്കുകയുള്ളൂ. അടിയൊഴുക്കുകളും അതുപോലെ തന്നെ ഉറച്ച പിന്തുണയുമെല്ലാം ഏത് ഭാഗത്തു നിന്നും ആർക്കാണ് പോകുന്നത് എന്ന് തീർച്ചയായും പറയാൻ കഴിയില്ല. എന്തായാലും UDF അവരുടെ അവകാശവാദം ഉന്നയിച്ചതുപോലെ തന്നെ ഏതാണ്ട് 17,000 വരെയാണ് ഭൂരിപക്ഷം പ്രവചിച്ചിരുന്നത് എങ്കിലും അതിനപ്പുറത്തേക്ക് പോയിരിക്കുന്നു. 18,840 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വിജയിച്ചു വരുന്നു. ഈ സമയത്ത് ഏറ്റവും അധികം ശ്രദ്ധേയമാകുന്നത് ഔദ്യോഗികമായി ഫലപ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ, അതായത് C കൃഷ്ണകുമാറിൻ്റെ ലീഡ് നില കുറയുന്നതോടുകൂടി, അതായത് നഗരസഭാ വോട്ടുകൾ എണ്ണിത്തീരുമ്പോൾ C കൃഷ്ണകുമാറിന് ആശ്വാസകരമായ ലീഡ് ഇല്ല എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ പാലക്കാട് ഒരു പ്രകടനം നടന്നിരുന്നു. ആ പ്രകടനം കോൺഗ്രസിൻ്റെ അല്ല, അല്ലെങ്കിൽ UDFിലെ ഏതെങ്കിലും ഘടകകക്ഷികളുടേതുമല്ല. പക്ഷേ ആ പ്രകടനം നടത്തിയത് SDPI ആണ്. SDPI നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമാണ്. ഈ SDPI ആണ് അവിടെ ആഹ്ലാദ പ്രകടനം നടത്തിയത്. UDF വിജയിച്ചു എന്നതിലുപരി BJP പരാജയപ്പെട്ടു എന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്ന ഒരു സന്തോഷത്തിലാണ് അവിടെ പ്രകടനം നടത്തിയത്. മാത്രമല്ല, മുസ്ലിം വോട്ടുകൾ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ UDFന് അനുകൂലമായി ഏകീകരിച്ചു എന്നതിൻ്റെ സൂചന കൂടിയാണ് SDPIയുടെ ഈ പ്രകടനം വ്യക്തമാക്കുന്നത്. സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ വിജയിച്ച സ്ഥാനാർത്ഥിയോ UDFോ ഒരു പ്രകടനം ഒരുക്കുന്നതിന് മുമ്പ് തന്നെ SDPI പ്രകടനം ഒരുക്കുന്നു. മാത്രമല്ല, UDFന്റെ വിജയത്തിന് പിന്നിൽ തങ്ങളാണ് എന്നൊരു പ്രഖ്യാപനം കൂടി അവർ നടത്തുന്നുണ്ട്. നേമത്ത് ഇത്തരത്തിൽ BJPക്ക് സീറ്റ് നഷ്ടപ്പെട്ടപ്പോൾ SDPI ഇത്തരത്തിലുള്ള പ്രകടനവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളും ഒക്കെ നടത്തിയിരുന്നു. പാലക്കാട്ടും മുസ്ലിം വോട്ടുകൾ UDFന് അനുകൂലമായി ഏകീകരിച്ചതിൽ SDPIക്ക് വലിയ പങ്കുണ്ട്. SDPIയും ജമാഅത്തെ ഇസ്ലാമിയെയും കൂട്ടിയാണ് ഇത്തരത്തിൽ ന്യൂനപക്ഷ ഏകീകരണം, വോട്ടുകളുടെ ഏകീകരണം കോൺഗ്രസ് നടത്തിയത് എന്ന ആരോപണം നേരത്തെ തന്നെ വന്നതാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ തന്നെ ഈ ഒരു വാദം നേരത്തെ തന്നെ ഈ ആരോപണം പറഞ്ഞിരുന്നതാണ്. ആ ആരോപണം സത്യമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇന്ന് SDPIയുടെ പ്രകടനം നടന്നത്. മാത്രമല്ല, DC ഓഫീസിലേക്ക് ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം വന്ന ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ സരിനെ അവിടെ വളഞ്ഞു വയ്ക്കുകയും കൂകി വിളിക്കുകയും ഒക്കെ ചെയ്തു. അദ്ദേഹത്തിന് നേരെ കയ്യേറ്റം ചെയ്യാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ചില പ്രവർത്തകർ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ പോലീസിൻ്റെ ശക്തമായ സുരക്ഷയിൽ അദ്ദേഹം DC ഓഫീസിലേക്ക് കയറി പോവുകയായിരുന്നു. ഒരു കാര്യം ഉറപ്പിക്കാം, ഇന്നത്തെ വിജയം BJPക്ക് ആയിരുന്നുവെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ഡോക്ടർ സരിന് പോലീസ് സുരക്ഷയിൽ നടക്കേണ്ടി വരില്ലായിരുന്നു. മത തീവ്രവാദികൾ പാലക്കാട് അഴിഞ്ഞാടുകയും ചെയ്യുകയില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പാലക്കാട് തീർച്ചയായും തിളക്കമാർന്ന വിജയം തന്നെ UDF നേടിയിരിക്കുന്നു. പക്ഷേ അവർക്കെതിരെ നിലനിൽക്കുന്ന ആരോപണം ന്യൂനപക്ഷ വോട്ടുകൾ തീവ്രവാദ സംഘടനകളുടെ സഹായത്തോടെ ഏകീകരിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ സൂചനകളും വോട്ടെണ്ണൽ ദിവസം തന്നെ പുറത്തു വന്നിരിക്കുന്നു. പക്ഷേ പിന്തുണ ആർജിക്കുക, ഏതൊരു ജനവിഭാഗത്തിൻ്റെയും പിന്തുണ ആർജിക്കുക, അതിന് ചില അടവുകളൊക്കെ പയറ്റുക എന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സർവ്വസാധാരണമാണ്. എങ്കിലും ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഭരണപരമായ കാര്യങ്ങളിൽ, ഈ മണ്ഡലത്തിൻ്റെ വികസനപരമായ കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള വേർതിരിവ് തുടർന്നാൽ
തീർച്ചയായും അത് ജനം ചോദ്യം ചെയ്യും എന്ന് UDF നേതാക്കൾ ഓർക്കുന്നത് നന്നായിരിക്കും. എന്തായാലും പാലക്കാട് UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുക്കിയിരിക്കുന്നു. അതൊരുക്കിയത് തങ്ങളാണ് എന്ന് റാലിയിലൂടെ SDPI പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.